നിങ്ങൾ കേൾക്കുന്നത് നാഗന്മാരുടെ രഹസ്യം നോവൽ. രചിച്ചത് അമേഷ്. വിവർത്തനം രാജൻ തുവ്വാര. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2020. പ്രാരംഭം. തനിക്കാവുന്നത്ര വേഗത്തിൽ ആ ബാലൻ സർവശക്തിയും ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരുന്നു. മഞ്ഞുകൊണ്ട് മരവിച്ച വിരലുകളിൽ നിന്ന് വേദനയുടെ ചീളുകൾ കാലിന്റെ മുകൾ ഭാഗത്തേക്ക് പടർന്നു. അപ്പോഴും സഹായിക്കണേ എന്ന ആ സ്ത്രീയുടെ യാചന അവന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഗ്രാമത്തിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന അവൻ വേഗത ഒട്ടും കുറയ്ക്കുവാൻ തയ്യാറായില്ല. അപ്പോൾ രോമാവൃതമായ വലിയൊരു കൈ അവനെ നിഷ്പ്രയാസം റാഞ്ചിയെടുത്തു. വായുവിൽ തൂങ്ങി നിൽക്കുന്ന ആ ചെറുക്കൻ തറയിൽ കാലുറപ്പിക്കുന്നതിനായി സർവശക്തിയുമെടുത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നു. അവനെ തൂക്കിപ്പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കെ ആ രാക്ഷസന്റെ പേടിപ്പെടുത്തുന്ന അലർച്ച ആ ബാലന് കേൾക്കാൻ കഴിഞ്ഞു. തുടർന്ന് ആ രാക്ഷസന്റെ വികൃതമായ കൈ അവനെ മുറുകെ പിടിച്ച് വട്ടം കറക്കി. ആ ചെറുക്കൻ നടുക്കം മൂലം നിശ്ചലനായി. രോമാവൃതമായ ശരീരം ഒരു രാക്ഷസന്റേതായിരുന്നുവെങ്കിലും നിമിഷങ്ങൾക്കു മുൻപ് അവൻ ഉപേക്ഷിച്ചോടിപ്പോന്ന ആ സുന്ദരിയുടെ മുഖമായിരുന്നു അതിനുണ്ടായിരുന്നത്. വായ് തുറന്നപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഒരു സ്ത്രീയുടെ മധുര ശബ്ദത്തിനു പകരം രക്തം മരവിപ്പിക്കുന്ന അലർച്ചയായിരുന്നു. നീ ഇത് ആസ്വദിച്ചു അല്ലേടാ? ഞാൻ പീഡനത്തിന്റെ ദുരിതമനുഭവിക്കുന്നത് നീ ആസ്വദിച്ചു. നീ എന്റെ യാചനകൾ അവഗണിച്ചു. ഇനി മുതൽ ജീവിതകാലം മുഴുവനും നിനക്കീ മുഖം ഒഴിയാബാധയായിരിക്കും. വാളേന്തിയ വികൃതമായൊരു കൈ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു. അത് ആ മനോഹരമായ ശിരസ് അറുത്തെടുത്തു. അരുതേ! സ്വപ്നത്തിൽ നിന്ന് പൊടുന്നനെ പുറത്തു ചാടിക്കൊണ്ട് ആ ബാലൻ നിലവിളിച്ചു. സ്ഥലകാലബോധം നഷ്ടപ്പെട്ട മട്ടിൽ വൈക്കോൽമത്തേൽ കിടന്ന് അവൻ ചുറ്റും നോക്കി. സന്ധ്യ മയങ്ങിയിരിക്കുന്നു. സ്വതവേ ഇരുട്ട് നിറഞ്ഞ കുടിലിനകത്തേക്ക് സൂര്യകിരണങ്ങളുടെ ചെറുചീളുകൾ വഴി കണ്ടെത്തിയിരുന്നു. വാതിലിനടുത്ത് ചെറിയൊരു തീക്കുണ്ടം അണഞ്ഞുകൊണ്ടിരുന്നു. ആ ചെറിയ മുറിയിലേക്ക് ആരോ ഓടിവന്നപ്പോൾ ലഭിച്ച പ്രാണവായുവിന്റെ പുതുനിശ്വാസങ്ങൾക്കൊത്ത് ആ തീക്കുണ്ടത്തിലെ നാളങ്ങൾ ഒന്നുകൂടി ജ്വലിച്ചു. ശിവ, നിനക്കെന്തുപറ്റി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ മകനെ? ഒട്ടന്നമ്പരന്ന് അവൻ മേലോട്ടു നോക്കി. അമ്മയുടെ കൈ തന്നെ ചുറ്റിപ്പിടിക്കുന്നതും മാറോടടുപ്പിക്കുന്നതും അവനറിഞ്ഞു. സഹതാപം നിറഞ്ഞ എല്ലാം മനസ്സിലാക്കുന്ന രീതിയിലുള്ള അമ്മയുടെ സാന്ത്വന വാക്കുകൾ അവൻ കേട്ടു. ഒരു കുഴപ്പവുമില്ല കുഞ്ഞെ, ഞാനിവിടെ ഉണ്ട്. വലിഞ്ഞു മുറുകിയ തന്റെ ശരീരത്തിൽ നിന്ന് ഭയം മാഞ്ഞുപോകുന്നതുപോലെ അവന് തോന്നി. അതുവരെ തടഞ്ഞു നിർത്തിയ കണ്ണീർ പുറത്തേക്കൊഴുകി. എന്താ മകനെ, അതേ പേടിസ്വപ്നം തന്നെയാണോ? അവൻ തലകുലുക്കി. കണ്ണുനീർ അണ പൊട്ടിയൊഴുകി. അത് നിന്റെ തെറ്റല്ല കുഞ്ഞെ. നിനക്കപ്പോൾ എന്തു ചെയ്യാൻ കഴിയുമെന്ന നിന്റെ വിചാരം? അവന് നിന്നേക്കാൾ 3 ഇരട്ടി വലിപ്പമുണ്ടായിരുന്നില്ലേ? ഒരൊത്ത മനുഷ്യൻ. ആ ബാലൻ ഒന്നും മിണ്ടിയില്ല. എങ്കിലും അല്പമൊന്ന് മരവിച്ച പോലിരുന്നു. അമ്മ കൈകൊണ്ട് മൃദുവായി അവന്റെ മുഖത്ത് തലോടി കണ്ണീർ തൂത്തുകളഞ്ഞു. നീ മരിച്ചു പോകുമായിരുന്നു. അവൻ പെട്ടെന്ന് ഞെട്ടി പുറകോട്ടു മാറി. എങ്കിൽ ഞാൻ കൊല്ലപ്പെടുകയായിരുന്നു നല്ലത്. ഞാനതർഹിച്ചിരുന്നു. അതുകേട്ട് ഞെട്ടിയ അമ്മ നിശബ്ദയായി. അവൻ നല്ല കുട്ടിയായിരുന്നു. അതിനു മുൻപൊരിക്കലും അവൻ അമ്മയുടെ നേർക്ക് ശബ്ദമുയർത്തിയിരുന്നില്ല. ആ ചിന്തകൾ ഒരു വശത്തേക്ക് മാറ്റിവെച്ച് അവൾ കൈനീട്ടി അവന്റെ മുഖം തലോടാനാഞ്ഞു. ഇനിയൊരിക്കലും നീ അങ്ങനെ പറയരുത് ശിവ. നീ മരിച്ചുപോയാൽ പിന്നെ എന്റെ അവസ്ഥ എന്തായിത്തീരും? ശിവൻ തന്റെ ചെറിയ കൈപ്പടം ചുരുട്ടി സ്വന്തം നെറ്റിയിലടിച്ചു. അമ്മ ആ മുഷ്ടി പിടിച്ചു മാറ്റുന്നതുവരെ അവനത് അവിടെ തന്നെ അമർത്തിവെച്ചു. ക്ഷുഭിതമായ കരിഞ്ചുവപ്പാർന്ന ഒരടയാളം അവന്റെ കൺപുരികങ്ങൾക്കിടയിൽ രൂപം കൊണ്ടു. അമ്മ അവന്റെ കൈ വീണ്ടും പിടിച്ചു താഴ്ത്തിക്കൊണ്ട് അവനെ ചേർത്തു പിടിച്ചു. പിന്നെ മകൻ കേൾക്കുവാൻ തയ്യാറല്ലാത്തൊരു കാര്യം അവർ പറഞ്ഞു. കേൾക്കു കുഞ്ഞെ, അവൾ തിരികെ പോരാടിയില്ലെന്നല്ലേ നീ തന്നെ?
Sample complete. Ready to continue?